നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആൻസൺ മാത്യൂസ്. ഇന്ന് നമുക്കിവിടെ ചെയ്യാനായിട്ടുള്ളത് ഒരു പോർഷ് കയൻ കാറിൻ്റെ ഹെഡ്ലൈറ്റ് അപ്ഗ്രേഡ് ആണ്. അപ്പോൾ ഈ വാഹനത്തിൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് ആണ് ഉള്ളത്. കമ്പനി വരുന്ന ഒരു ഹെഡ്ലൈറ്റ് വളരെ എക്സ്പെൻസീവ് ആണ്. അതിൻ്റെ അകത്തൊരു Xenon പ്രൊജക്ടർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു D സീരീസ് ബൾബ്, ഓട്ടോ ലെവലിംഗ്, എല്ലാ സംഗതികളും ഉണ്ട്. പക്ഷേ വെളിച്ചം മാത്രം അതിൻ്റെ അകത്ത് വരുന്നില്ല. അപ്പോൾ രാത്രിയിൽ ഈ വാഹനം ഡ്രൈവ് ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടാണ്. ഒരു കംഫർട്ടബിൾ ട്രാവലിംഗ് ഇതിൻ്റെ അകത്ത് നടക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ രാത്രിയിൽ ഈ വാഹനം ഭംഗിയായിട്ട് ഓടിക്കണം. അപ്പോൾ അതിന് വെളിച്ചം വേണം, റോഡിൽ വെളിച്ചം കിട്ടണം. അത് എതിരെ വരുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാകുകയും ചെയ്യരുത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിതിൽ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിൻ്റെ പ്രൊജക്ടർ അങ്ങ് മാറ്റുക. ഇതിൽ വരുന്ന എക്സിസ്റ്റിംഗ് പ്രൊജക്ടർ, Xenon പ്രൊജക്ടർ മാറ്റി അതിൻ്റെ ബൾബ് കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് നമ്മുടെ ഒരു Hella G5 പ്രൊജക്ടർ, നമ്മൾ സാധാരണ ചെയ്യാറുള്ള Hella G5 പ്രൊജക്ടർ ഈ വാഹനത്തിൽ ഫിക്സ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഹൈ ബീമിലായിട്ട് വരുന്ന ഒരു LED, അതിലൊരു ഹാലജൻ ബൾബാണ് വരുന്നത്, അത് മാറ്റിയിട്ട് ഒരു LED അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ വാഹനത്തിൽ ഇന്ന് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ അതിലൊരു ബ്ലാക്കിങ്, അതായത് ഒരു അതിൻ്റെ ഔട്ടർ പോർഷൻസ് ഒന്ന് സ്മോക്ക് ചെയ്യാനുണ്ട്. ഇതും കൂടെ ഈ വാഹനത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ ചെയ്തത്, അതിൻ്റെ അകത്ത് ആദ്യം ഉണ്ടായിരുന്ന പെർഫോമൻസ് എന്താണ്, അതിനെ നമുക്കൊരു ലക്സ്മീറ്ററിൽ മെഷർ ചെയ്യാം. അതിന് ശേഷവും സെയിം ഡിസ്റ്റൻസിൽ തന്നെ ലക്സ്മീറ്ററിൽ മെഷർ ചെയ്താൽ നമുക്ക് എത്ര ചേഞ്ച് വരുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന പോർഷ് കൈൻ എന്ന് പറയുന്ന വാഹനം. ഇതിൻ്റെ ഹെഡ്ലൈറ്റാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ വരുന്ന സ്റ്റോക്ക് ഹെഡ്ലൈറ്റാണ്. Xenon പ്രൊജക്ടേഴ്സും അതുപോലെ തന്നെ ഒരു ഹൈ ബീം, സെപ്പറേറ്റ് ഹൈ ബീമും ഒരു കോർണർ ലാമ്പും എല്ലാം വരുന്നതാണ് നിലവിലുള്ള ഒരു കൈൻ്റെ ഹെഡ്ലൈറ്റ് സിസ്റ്റം. അപ്പോൾ ഇനി ഇതിൻ്റെ ഹെഡ്ലൈറ്റിലുള്ള നിലവിലുള്ള സിസ്റ്റം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നു, എന്താണ് അതിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഹെഡ്ലൈറ്റ് ഓണാക്കി തന്നെ നോക്കാം. അപ്പോൾ ഇതാണ് ആ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് വരുന്നത്. അത് നമ്മൾ ലൈറ്റ് ഓൺ പൊസിഷനിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഓൺ ആവുന്നതാണ്. ആ ഓൺ ആവുന്നതിൻ്റെ ഒപ്പം തന്നെ ആ പ്രൊജക്ടർ ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ, അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് മൂവ്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് സ്റ്റഡി പൊസിഷനിലേക്ക് വരും. അതിൻ്റെ ഓട്ടോ അഡ്ജസ്റ്റ്മെൻറ്റ് സിസ്റ്റം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഒരു സൈഡിൽ മാത്രമേ സംഭവിക്കുന്നുള്ളൂ, മറ്റേ സൈഡ് അത് ഓൾറെഡി വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ഹെഡ്ലൈറ്റ് അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വണ്ടി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രൊജക്ടർ വന്നിട്ട് ഒരു Xenon ആണ്, അതായത് ഡിമ്മും ബ്രൈറ്റും വരുന്ന HID ബൾബ് വരുന്ന സിസ്റ്റമാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റിൽ ലോ ബീമിൽ വരുന്നത്. അത് കൂടാതെ ഒരു സെപ്പറേറ്റ് ഹൈ ബീം കൂടെ അതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ ഒരു ഹൈ ബീം. അപ്പോൾ ഇതും ഹൈ ബീം ഇടുന്ന സമയത്ത് ഇത് രണ്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഡ്യുവൽ ഫംഗ്ഷനാണ്. ഇനി നമുക്കതിൻ്റെ ലൈറ്റ് ഔട്ട്പുട്ട് എന്താണ് ഉള്ളതെന്നൊന്ന് നോക്കാം. ലൈറ്റ് ഓൺ ആക്കിയത് വാളിലേക്ക് അടിച്ച് കഴിയുമ്പോൾ എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത് നോക്കാം. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ലൈറ്റ് വരുന്നത്. തെളിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ കാണാം, ചെറിയൊരു വെളിച്ചം വരുന്നുണ്ട്. അപ്പോൾ അതൊരു കറക്റ്റായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനോ കാര്യങ്ങളൊന്നും അല്ല വരുന്നത്. ഇതിൻ്റെ ലോ ബീമാണ് ഈ കാണുന്നത്. അത് അലൈൻഡ് ഒന്നുമല്ല, മിസ് അലൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. റൈറ്റ് സൈഡ് പൊങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ ഹൈ ബീമിനേക്കാളും പൊങ്ങിയാണ് ലോ ബീം ഇരിക്കുന്നത്. റൈറ്റ് സൈഡിലെ കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ കാണാം, കുറച്ച് അധികം പൊങ്ങിയാണ് ഇരിക്കുന്നത് റൈറ്റ് സൈഡിലെ. അതിൻ്റെ താഴെയാണ് ഹൈ ബീം വരുന്നത്. ഈ രീതിയിലാണ് നിലവിൽ ഈ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചമുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഇതിൻ്റെ അകത്ത് ഇല്ലാത്തത് ഒന്ന് വെളിച്ചം മാത്രമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഹെഡ്ലൈറ്റിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇനി ആ ലൈറ്റ് നമ്മളൊന്ന് മെഷർ ചെയ്ത് നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ നമുക്ക് കിട്ടുന്നത് 150 ലക്സസ് ആണ്. ഇത് ഏത് വാഹനമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്കും ലോവർ ആയിട്ടുള്ള ലൈറ്റ് ഔട്ട്പുട്ടാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. 150 ലക്സസ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കാറുകൾക്ക് മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു 700 റേഞ്ചിലേക്കാണ് ലോ ബീം കിട്ടാറുള്ളത്. ഇവിടെ ലെഫ്റ്റ് സൈഡ് നോക്കി കഴിയുമ്പോൾ കുറച്ച് ബെറ്ററാണ്. ഒരു 400 ലക്സസ് നമുക്ക് ലെഫ്റ്റ് സൈഡിൻ്റെ ലോ ബീമിൽ കിട്ടുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ഹൈ ബീമാണ്. ഹൈ ബീം കുറച്ച് ബെറ്റർ ആയിട്ടെന്ന് പറയാം. അതായത് ഒരു 800 ലക്സസ് ഒക്കെ ഹൈ ബീമിൽ കിട്ടുന്നുണ്ട്. ഒരു സാധാരണ കാറിൻ്റെ ലോ ബീമിൽ കിട്ടുന്ന വെളിച്ചമാണ് ഇതിൻ്റെ ഹൈ ബീമിൽ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് വളരെ പുവർ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ മെയിൻ ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ എന്തായാലും ഇത് ഇന്നുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാകും. കാരണം നമ്മളത് പരിഹരിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊജക്ടറെല്ലാം മാറ്റണം, ബൾബെല്ലാം മാറി എല്ലാം ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഇനി ആദ്യത്തെ അതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ ഹെഡ്ലൈറ്റ് അഴിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹെഡ്ലൈറ്റ് അഴിക്കാനായിട്ട് വളരെ സിമ്പിളാണ്. കാരണം ഇതിനൊരു സ്പെഷ്യലൈസ്ഡ് ടൂൾ വരുന്നുണ്ട്. അത് ജസ്റ്റ് അതിൻ്റെ ആ ഒരു സ്ലോട്ടിൽ ഇൻസേർട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഹെഡ്ലൈറ്റ് ഊരി പോരും. വളരെ സിമ്പിളായിട്ട്, പ്രീമിയം ലക്ഷറി വെഹിക്കിൾ ആണെങ്കിൽ പോലും വളരെ സിമ്പിളായിട്ട് ഹെഡ്ലൈറ്റ് അഴിച്ചെടുക്കാനായിട്ട് സാധിക്കും. സാധാരണ പോലെയുള്ള പ്രീമിയം വണ്ടികളുടെ അല്ലെങ്കിൽ ലക്ഷറി വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് കഴിക്കാനായിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ കുറച്ചധികം സമയം എടുത്തിട്ട് തന്നെയാണ് ഹെഡ്ലൈറ്റ് അഴിച്ചെടുക്കാറ്. ഇതിന് അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ആ ഒരു ടൂള് തിരിച്ചു കഴിഞ്ഞാൽ വാഹനം ദാ പിടിച്ചോ എന്ന് പറഞ്ഞോണം ഒരു ഹെഡ്ലൈറ്റിന് നമുക്ക് എടുത്ത് കയ്യിലേക്ക് തരുന്നതാണ്. അതിൻ്റെ പുറകിലുള്ള കപ്ലറും ഊരി കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് നമുക്ക് കയ്യിലേക്ക് എടുക്കാം. അത്രയ്ക്കും സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. അടുത്ത ദിവസത്തെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇനി ഷൂട്ട് ചെയ്യുന്നത്, കംപ്ലീറ്റ് വർക്കിന് ശേഷമുള്ളത്. അതായത് 2-3 ഡേയ്സിൽ ആണ് ഈ ഒരു വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുതിയ പ്രൊജക്ടറും അതിൻ്റെ ഒരു പുതിയ അപ്പിയറൻസുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് എൻ്റെ ഹെഡ്ലൈറ്റ് നമ്മൾ സ്മോക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഗ്രേ കളറായിരുന്നു അതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത്, അതെല്ലാം ബ്ലാക്ക് ആക്കി. അതുപോലെ തന്നെ നമ്മളൊരു ഷ്രൗഡ് DRLുള്ള പോർഷയുടെ ടൈപ്പ് DRL തന്നെയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മളൊരു ഇമിറ്റേഷനാണ് വരുന്നത്, പക്ഷേ വളരെ ആപ്റ്റായിട്ട് വളരെ ഭംഗിയായിട്ടും ഈ ഒരു പോർഷയിൽ നമുക്കത് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യമേ ഒരു DRL ഇല്ലാത്ത മോഡലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് DRL എല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നു. അതായത് യഥാർത്ഥത്തിൽ പോർഷയിൽ വരുന്ന ടോപ്പ് മോഡലുകളിൽ വരുന്ന ആ ഒരു എക്സാക്റ്റ് സിമിലർ DRL തന്നെയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വാഹനത്തിന് വളരെ ഒരു സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ DRL നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഈ ഒരു രീതിയിൽ 4 ഡോട്ടും അതുപോലെ തന്നെ അതിനെ കണക്ട് ചെയ്ത് വരുന്ന ആ ഒരു റിങ് പോലെയുള്ളൊരു സിസ്റ്റമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നമ്മൾ പല വീഡിയോകളിലും പോർഷെ ടൈപ്പ് എന്ന് പറഞ്ഞ് പറയാറുണ്ട്. അതെന്തായാലും പോർഷയിൽ തന്നെ വെക്കാനായിട്ട് സാധിച്ചു. ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു ലൊക്കേഷനിൽ തന്നെ നമ്മൾ എന്തായാലും ആ ഒരു DRL ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വാഹനത്തിന് വളരെ ഭംഗിയാണ്, കാരണം ഏറ്റവും മാച്ചായിട്ട് ഇണങ്ങുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഈ പോർഷയുടെ DRL ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഒന്ന് ഓൺ ആക്കി നോക്കാം. ആദ്യം ഉണ്ടായിരുന്ന പോലെ തന്നെ ആ ഒരു ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഹെഡ്ലൈറ്റ് ഇവിടെ ഓൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് ആദ്യം താഴേക്ക് പോയി, അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് മൂവ്മെൻ്റ് എല്ലാം നടന്നു. അതിനുശേഷം അതൊരു സ്റ്റഡി പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ലോ ബീം വരുന്നത്. ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഹൈ ബീം. നമ്മളവിടെ ഹൈ ബീമിലൊരു LED ആണ് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. ഒരു 55 വാട്ട് LED ബൾബാണ് ഹൈ ബീമിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലോ ബീമിലും ഹൈ ബീമിലും എല്ലാ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു റൈറ്റ് സൈഡിലുള്ള ഹെഡ്ലൈറ്റ് ഞാൻ ആദ്യമേ പറഞ്ഞു, അതിൻ്റെ ഓട്ടോ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ഫെയിലിയറാണ്, അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ ലോ ബീമിൽ വരുന്ന ഒരു പെർഫോമൻസ് ചേഞ്ച്. അപ്പോൾ ആദ്യം ആ ലൈറ്റിന് എന്തായിരുന്നു അവസ്ഥ എന്നുള്ളത് എല്ലാവരും ഓർക്കുന്നുണ്ടാവും. ആ വീഡിയോയിൽ നമ്മൾ വ്യക്തമായിട്ട് കണ്ടിരുന്നതാണ് എന്തായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഹൈ ബീമാണ്. ഇത്രയും രീതിയിലുള്ള ഒരു ചേഞ്ചാണ് ഹൈ ബീമിൽ വന്നിരിക്കുന്നത്. കാരണം ഇവിടെ 4 ബൾബുകളാണ് അറ്റ് എ ടൈം പവർ ചെയ്യുന്നത് ഹൈ ബീമിലേക്ക്. അപ്പോൾ അത് നല്ല രീതിയിലുള്ള ചേഞ്ച്, അല്ലെങ്കിൽ നല്ല ഇൻറ്റൻസിറ്റിയിലുള്ള ലൈറ്റാണ് നമുക്ക് ആ ഹെഡ്ലൈറ്റിൽ നിന്ന് ഇപ്പോൾ എമിറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കതിനെ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഒരു 150 ലെക്സസ് ഉണ്ടായിരുന്നത് ഒരു 3300 ലെക്സസിലേക്കാണ് ലോ ബീമിൽ വരുന്നത്. 150 ലെക്സസ് ഉണ്ടായിരുന്നത് 3300 ലെക്സസിലേക്ക് ഇമ്പ്രൂവ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹൈ ബീം ഒന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ ഉണ്ടായിരുന്ന ഒരു 800 ലെക്സസ് ആയിരുന്നുവെങ്കിൽ ഇതൊരു 5000 ലെക്സസിലേക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ള ഒരു നൈറ്റ് ഡ്രൈവ് ആണ്. രാത്രി വാഹനം ഓടിച്ച് എങ്ങനെയാണ് അതിൻ്റെ രാത്രിയുള്ള പെർഫോമൻസ് എന്നുള്ളതൊക്കെ നേരിട്ട് ബോധ്യപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ജസ്റ്റ് പുറമേ നിന്നുള്ള ഒരു വ്യൂവും അതിൻ്റെ ലുക്കും ഒക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പരിപാടികളാണ്. അപ്പോൾ കൊള്ളാം, അതായത് ഒരു ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ മെയിൻ സംഗതി ഇനി വരുന്നുണ്ട്, അതായത് നൈറ്റ് ഡ്രൈവ്. അപ്പോൾ വാഹനത്തിൻ്റെ അകത്തുനിന്നുള്ളൊരു വ്യൂ ആണ് നമ്മൾ കാണുന്നത്. ലൈറ്റ് ഹൈ ബീം ഇട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു പകൽ പോലെയാണ് വെളിച്ചം കാണുന്നത്. ആ ഒരു ഏരിയ മൊത്തത്തിൽ ലൈറ്റപ്പ് ആവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ലോ ബീമിൻ്റെ ആണെങ്കിലും സൈഡിലേക്കുള്ള സ്പ്രെഡൊക്കെ വളരെ എടുത്തു പറയേണ്ട ഒന്നാണ്. നല്ല രീതിയിൽ നല്ല ഇൻറ്റൻസിറ്റിയിലുള്ള ലൈറ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വളരെ കംഫർട്ടബിൾ ആണ്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നതും ഇതുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റാത്ത രീതിയിലുള്ള ചേഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി വാഹനം നമുക്ക് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഏത് രീതിയിലാണ് അതിൻ്റെ അലൈൻമെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ എന്നുള്ളതൊക്കെ നോക്കുന്നത് നമ്മൾ ഈ ഒരു ഡ്രൈവോട് കൂടിയാണ്. ആ ലോ ബീമിലുള്ള എല്ലാം കറക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഹൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് പോകുന്നത്. എങ്കിൽ കൂടി ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും പോരായ്മകൾ, ചെറിയൊരു ഫൈനൽ ടച്ച് കറക്ഷൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു ഡ്രൈവാണ്, ഒരു ടെസ്റ്റ് ഡ്രൈവ് കൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇത് നോക്കുമ്പോൾ ഏകദേശം ഒരു കംഫർട്ടബിൾ ഹൈറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല. കാരണം സൈഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ താഴെ കൂടെയാണ് ഇതിൻ്റെ ലൈറ്റ് പാസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കറക്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ വാഹനത്തിൽ നമുക്ക് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും മാനുവലായിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. വാഹനത്തിൻ്റെ ക്യാബിൻ്റെ അകത്തിരുന്നുണ്ട് നമുക്ക് ഹെഡ്ലൈറ്റിൽ മാനുവലായിട്ട് ചെയ്യാൻ പറ്റും. അതൊരു കസ്റ്റമർ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയല്ല. അത് നമ്മൾ ഇതിൽ ഇൻസ്റ്റലേഷന് ചെയ്യാനുള്ള ടെക്നിക്കൽ സ്കിൽസ് ഉള്ളവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. അത് വളരെ ശ്രദ്ധിച്ചും ചെയ്യേണ്ടതാണ്. ഞാനത് കസ്റ്റമേഴ്സിനോട് കൃത്യമായിട്ട് പറയാറുണ്ട്, അതിൻ്റെ അകത്തൊന്നും പണിയാനായിട്ട് നിൽക്കണ്ട. കാരണം അതിൽ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ആ ലൈറ്റ് ടോട്ടലായിട്ട് ഡാമേജ് ആയി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിയുന്നതും അതിനകത്ത് പണിയാതിരുന്നാൽ നന്നായിരിക്കുമെന്നുള്ളതാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞു വിടാറ്. അതായത് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വാഹനങ്ങൾ വിടാറുള്ളത്. അപ്പോൾ പിന്നെയുള്ളത് വാഹനത്തിൻ്റെ ചേഞ്ചസ് വരുമ്പോൾ ഈ വാഹനം സ്വയമേ അഡ്ജസ്റ്റ് ചെയ്തുകൊള്ളും എന്നുള്ളൊരു സിസ്റ്റത്തിലാണ് പോകുന്നത്. ഈ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കില്ല എന്നുള്ളതും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു കുറച്ച് ഒരു അഡ്ജസ്റ്റ് ചെയ്ത്, ഏതായാലും ഇപ്പോൾ പ്രോപ്പറാണ്, ഒരുപാട് ലോഡൊന്നും വരാതിരുന്നാൽ കുഴപ്പമില്ലാതെ രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്.
അപ്പോൾ ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്പെസിഫിക്കേഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 55 വാട്ട് HID ക്യാൻബസ് എനേബിൾഡ് ആയിട്ടുള്ള HID കിറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 55 വാട്ട് HIDയും അതുപോലെ തന്നെ D2H ബൾബ് 4200 കെൽവിൻ കളർ ടെമ്പറേച്ചറുള്ള ഒരു D2H ബൾബ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലോ ബീമിൻ്റെ ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു വാം ആയിട്ടുള്ള ലൈറ്റാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ നമ്മൾ ഹൈ ബീമിൽ കൊടുത്തിരിക്കുന്നതും അതിന് ശരിക്കും ക്രോസ് മാച്ച് ആവുന്ന 4300 കെൽവിൻ കളർ ടെമ്പറേച്ചറുള്ള ഒരു LED ബൾബുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈ ബീമിലും ലോ ബീമിലും ഒരേ കളർ ടെമ്പറേച്ചർ തന്നെ നമുക്ക് റോഡിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വീഡിയോയിൽ നോക്കുമ്പോൾ അത് കുറച്ചൊരു വൈറ്റ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ നേരിട്ട് കാണുമ്പോൾ അത് കുറച്ചുകൂടെ വാമറായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. കുറച്ച് വാം ലൈറ്റ് തന്നെയാണ് നമുക്ക് വാഹനത്തിൽ നിന്ന് റോഡിലേക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എതിരെ വരുന്നവർക്കും അതുപോലെ തന്നെ നമ്മൾ വാഹനങ്ങൾ ഓടിക്കുന്നവർക്കും നല്ല രീതിയിൽ വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. ഒരുപാട് ലൈറ്റ് ഉണ്ടാവുന്ന കൂടെ നല്ല രീതിയിലുള്ള വിസിബിലിറ്റി, ഹൈ ബീമിലാണെങ്കിലും ഒന്നും പറയാനില്ല, നല്ല രീതിയിലുള്ള വെളിച്ചം തന്നെയാണ്. നമ്മളിപ്പോൾ അടുത്ത കാലത്ത് ചെയ്തതിൽ വളരെ പവർഫുള്ളായിട്ടുള്ള ലൈറ്റ് തന്നെയാണ് ഈ വാഹനത്തിൽ നമുക്ക് കിട്ടുന്നത്. ഇത് ചില വീഡിയോയിൽ എടുക്കുമ്പോൾ ക്ലാരിറ്റി കുറവ് വരാറുണ്ട്. ഇതിൽ നല്ല രീതിയിൽ നമുക്ക് ക്ലാരിറ്റിയിൽ കാണുന്നുണ്ട്. നല്ല ലൈറ്റ് ഇൻറ്റൻസിറ്റി തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചില വീഡിയോസിൽ എടുത്തു വരുമ്പോൾ നേരിട്ട് കാണുന്ന അത്രയും നമുക്ക് വീഡിയോയിൽ കിട്ടാറില്ല. ഇത് ഏകദേശം നമ്മൾ കാണുന്നത് പോലെ തന്നെ നമുക്ക് വീഡിയോയിലും വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വരുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വാഹനവും അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം, ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.